ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് ടെമൂന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ പ്രൊഡക്ട്സ് എല്ലാം കിട്ടി കേട്ടോ. നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു 6-7 ഡേയ്സിലൊക്കെ വരത്തില്ലേ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 10-25 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇത് കുറേ ദിവസം മുന്നേ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ ഒരുപാട് ദിവസം കാത്തിരുന്നിട്ട് എൻ്റെ കയ്യിൽ അവസാനം ഇതാ കിട്ടി. അങ്ങനെ ഓപ്പൺ ചെയ്തു കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഇങ്ങനെ പ്രൊഡക്ട്സ് എല്ലാം ഓർഡർ ചെയ്ത് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത സാധനം കയ്യിലേക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രൊഡക്ട്സായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ടീഷർട്ടാണ് കേട്ടോ ഇത്. ഒരു പിങ്ക് കളറായിരുന്നു. ഫോട്ടോയിലൊക്കെ വേറൊരു കളറ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടീഷർട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചബിളും ആണെന്ന് തോന്നി. അപ്പോൾ ഓക്കെയാണ്. ഒരുപാട് അങ്ങോട്ട് സൂപ്പറൊന്നുമില്ല. ഫോട്ടോയിൽ കണ്ട പോലെ സെയിം ഒന്നുമല്ല, പക്ഷേ ഓക്കെയാണ്. പിന്നെ ഇതുപോലത്തെ കുട്ടി ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ മേടിച്ചത്. ഇത് കുറച്ച് വലുതാണെന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ വന്നപ്പോൾ തീരെ ചെറുതായിപ്പോയി. അപ്പോൾ ഈ പ്രൊഡക്ട്സിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടാനാണ് കേട്ടോ. ഇതൊരു ഹാൻഡ് ബാഗാണ്. ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൊണ്ടാണ് തുറന്ന് നോക്കിയത് കേട്ടോ. പക്ഷേ ഇത് സൈസ് കുറച്ച് ചെറുതായിപ്പോയി. ആ ഫോട്ടോയിലൊക്കെ കാണിച്ചത് കുറച്ച് വലുത് പോലെയാണ്. റിവ്യൂ ഒക്കെ ഓക്കെയാണ്, പേഴ്സ് ഓക്കെയാണ്, അടിപൊളിയാണ്. പക്ഷേ സൈസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അടിപൊളിയാണെന്ന് തോന്നി. അപ്പോൾ അടുത്ത ഈ പ്രൊഡക്റ്റും എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആളുടെ പേര് ദിച്ചു എന്നാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് മേടിച്ചതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പാൻറ്റും ഈ ഒരു ടോപ്പും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നുമെങ്കിലും സംഭവം അടിപൊളിയാണ്, സ്ട്രെച്ചബിളാണ്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സ് ഇതിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻസിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവേ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓർഡർ ചെയ്ത രണ്ടാമത്തെ ടീഷർട്ടാണ്. ഇതൊരു ബ്ലാക്ക് കളർ ടീഷർട്ടാണ് കേട്ടോ. ഒരു ഫ്ലവർ പ്രിൻറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട്, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അടുത്ത ഐറ്റം ദിച്ചുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫുൾ പാൻറ്റും പിന്നെ അതുപോലെ ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ബനീനും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്, ഒരു സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ജീൻസിൻ്റെ ഡെനിം പോലൊരു മെറ്റീരിയലൊക്കെ പോലെ തോന്നും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി പാൻറ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ളൊരു ബനീനും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ടെമൂനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന നമുക്ക് കിട്ടാത്ത ഒരുപാട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ കാണിച്ച് നമ്മളിങ്ങനെ കൊതിപ്പിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് ഓർഡർ ചെയ്ത ഒരു നോർമൽ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഡാർക്ക് പിങ്ക് ആണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തുറക്കാൻ കുറച്ച് പാടുപെട്ടു. ഞാനത് ട്വിസ്റ്റ് ചെയ്തൊക്കെ നോക്കി, പക്ഷേ ഒന്നും വേണ്ടായിരുന്നു. നോർമലി അങ്ങ് മേളിലേക്ക് ഒന്ന് ജസ്റ്റ് പൊക്കിയാൽ മതിയായിരുന്നു കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി, പക്ഷേ സാരമില്ല. ഞാനത് ഓപ്പൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇതാണ് അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് കയ്യിൽ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഡാർക്ക് പിങ്ക്, ഒരു നല്ലൊരു റോസാപ്പൂവിൻ്റെ ഒരു പിങ്ക് കളറാണ് കേട്ടോ. അത് അടിപൊളി കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ഹെയർ ബോ സെറ്റാണ് കേട്ടോ. ഇത് ഒരുപാട് ഡിഫറെൻറ്റ് കളറുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്ന കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഐറ്റംസ് പൊട്ടിച്ച് നോക്കിയാലോ. അങ്ങനെ അടുത്ത ഐറ്റം വന്നേക്കുന്നത് നമ്മളുടെ ദിച്ചുവിൻ്റെ തന്നെ ഒരു ജെം സ്യൂട്ടാണ് കേട്ടോ. ഒരു ജീൻസിൻ്റെ ഒരു ജെം സ്യൂട്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമുക്ക് പല കളേഴ്സിലുള്ള ടോപ്പൊക്കെ വെച്ചിട്ട് ബനിയനൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജെം സ്യൂട്ടാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ദിച്ചുവിൻ്റെ തന്നെയാണ്. ഇതൊരു പാൻറ്റും ടോപ്പും ഒരു സെറ്റാണ് കേട്ടോ. ഇതൊരു വൈറ്റ് പലാസയും പിന്നെ അതിൻ്റെ കൂടി ഒരു ബ്ലൂ ടോപ്പും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൂ ടോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് കുറച്ച് വലുത് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോയി, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഇത്. ഇതിൻ്റെ കൂടി ഈ ഒരു പലാസോ ഇങ്ങനെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ സിമ്പിളായിട്ടുള്ള ഈ ഒരു നെയിൽ പോളിഷാണ് കേട്ടോ മേടിച്ചേക്കണത്. ഇത് ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചൊരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് ജീൻസിൻ്റെ പേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജീൻസിൻ്റെ പേഴ്സ് ഇഷ്ടമാണ്, എന്നാൽ കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഒരു ഐറ്റമാണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ സിബൊക്കെ ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ തുറക്കാൻ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ജീൻസിൻ്റെ പേഴ്സൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോസ് വെക്കാം, നമ്മുടെ കാർഡ്സ് വെക്കാം, ക്യാഷ് വെക്കാം, ഒക്കെ ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്, നിങ്ങൾ എന്തായാലും മേടിക്കണം കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ടെമുന്ന് മേടിച്ചിട്ടുള്ള എൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചില പ്രൊഡക്ട്സ് ഒക്കെ മോശമായിരിക്കും, ചില പ്രൊഡക്ട്സ് ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഭയങ്കര ഒരു ബെനിഫിറ്റ്സ് ആയിരിക്കും. കാരണം മോശമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആരും വാങ്ങിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അത് മോശമാണെങ്കിൽ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.